ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ത്വാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് എൻ്റെ മിഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാരായിട്ട് ചോദിക്കുന്ന ഏത് മിഷനാ, എത്ര നാളായി മിഷൻ വാങ്ങിയിട്ട് എന്നൊക്കെ കമൻറ്റ് ബോക്സ് മുഴുവൻ മിഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മിഷൻ ജാക്ക് F5 ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2022 ജാനുവരി 18 വാങ്ങിയ മിഷനാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതുകൊണ്ടൊന്നും ഡേറ്റ് ഒന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 2-2.5 വർഷമായി. അതിൻ്റേതായ പഴക്കം മിഷന് വന്നിട്ടുണ്ട്. കാരണം ഞാൻ നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിഷൻ നിർത്താതെ മിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫീൽഡ് വന്നേ പിന്നെ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് കേട്ടോ ഈ ജാക്കിൻ്റെ മിഷൻ. ഇവിടെ ആയിട്ട് ഒരു ബ്ലേഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ബ്ലേഡിൽ കട്ട് ചെയ്യാനായിട്ട് എന്താ പറയുക, ഒരു നാക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ സംഭവം ഊരി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 4 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ നെക്കിൻ്റെ എഡ്ജും അങ്ങനെ എഡ്ജുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ലൈറ്റ് നല്ല ഉപകാരമാണ് കേട്ടോ. ഇതാണേ, നമുക്ക് ഓഫ് ചെയ്തിടണമെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ ഒരുപാട് നേരം നമ്മൾ ലൈറ്റ് നോക്കി ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അത്ര നല്ലതല്ല. പക്ഷേ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ശീലമായതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ ഈ മിഷനാണെങ്കിൽ വെൽവെറ്റിൻ്റെ ഡ്രസ്സ് ഒരാഴ്ച നല്ല വർക്കുള്ളത് കൊണ്ട് ഒരാഴ്ച കൂടിയിരിക്കുമ്പോൾ ഞാൻ ക്ലീൻ ആക്കും. പിന്നെ അധികം വർക്കില്ലെങ്കിലേ ഉള്ളൂ 2-3 ആഴ്ച പോകുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച നല്ല വർക്കുള്ള ഒരാഴ്ചയായിരുന്നു. പോരാത്തതിന് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ ഞാൻ അവസാനം സ്റ്റിച്ച് ചെയ്തത്. ഒരു 2 വെൽവെറ്റിൻ്റെ ക്ലോത്താണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാനത് ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നല്ല അഴുക്കുണ്ട് കേട്ടോ എൻ്റെ മെഷീനിൽ. ഫുൾ ആ വെൽവെറ്റിൻ്റെ പൊടികളാണ് കേട്ടോ, ക്ലോത്തിൻ്റെ പൊടികളാണ് കൂടുതലും. പിന്നെ ഓയിലും നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കിടക്കുന്ന ബ്ലേഡൊക്കെ അതിന് ഇടയിൽ കൂടെ വീണ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം വെൽവെറ്റിൻ്റെ പൊടിയും. പിന്നെ കൂടുതലും നമ്മൾ ആരി വർക്ക് ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക, സെറി ത്രെഡൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടുതലും. ഇത് ക്ലീൻ ആക്കലാണ് ഇന്ന് എൻ്റെ ജോലിയെ. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആദ്യം വാങ്ങുന്ന മെഷീൻ ഉഷയുടെ നോർമൽ മെഷീനായിരുന്നു. അപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. പിന്നെയാണ് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ നേരത്ത് മോട്ടർ മേടിച്ചു കേട്ടോ, നോർമൽ ആ മെഷീനിൽ തന്നെ. പിന്നെ അതിലും നിൽക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഈ മെഷീൻ വാങ്ങാം എന്ന് തീരുമാനിച്ചത് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തീരുമാനിച്ചു, ഓക്കെ അങ്ങനെ ഞങ്ങൾ വാങ്ങാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ കുറേ കടകളിൽ പോയി, അവിടെ വേരിയസ് ബ്രാൻഡിൻ്റെ മെഷീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ കുറേ ഡിസ്കഷൻ ചെയ്തു. പക്ഷേ ഞങ്ങളൊരു ഇന്നത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ അവിടെ സ്റ്റിച്ചിങ് യൂണിറ്റിലെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റിച്ചിങ് മാസ്റ്ററാണ് പറഞ്ഞത്, നീ ജാക്കിൻ്റെ മിഷൻ വാങ്ങിച്ചോ എന്ന്. അപ്പോൾ പുള്ളി സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വെൽവിഷറാണ് കേട്ടോ. ഞാൻ ഇന്നേ വരെ ആ പുള്ളിയെ കണ്ടിട്ടൊന്നുമില്ല, പേര് കൂടെ അറിയത്തില്ല. ആ പുള്ളിയാണ് നിങ്ങളത് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞത്. ആ ഒരു വാക്കിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ ഈ മിഷൻ വാങ്ങുന്നത്. അപ്പോൾ ഞാനിത് കൊല്ലത്തെ ജനത എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. ഞാനിത് വാങ്ങിയ സമയത്ത് 27 or 28K ആണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ആ ഒരു സന്തോഷത്തിൽ എത്ര രൂപയാണെന്നൊന്നും. അപ്പോൾ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ മെഷീൻ യൂസ് ചെയ്തത് കൊണ്ട് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ടൊരു 2-3 ദിവസം എടുത്തു കേട്ടോ. 3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുരുട്ടി അടിച്ചാണ് ഞാനൊന്ന് ഓക്കെ ആയി വന്നത്. പുറത്തുള്ളൊരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ എൻജോയ് ചെയ്താണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുത്തു കേട്ടോ. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എങ്ങാനും പോകുമ്പോഴാണ് അങ്ങനെ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത്. എന്നാലും ഒരു ആദ്യമായിട്ട് ഞാൻ ഒരാഴ്ചയോളം സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നത് ചേട്ടൻ്റെ വീട്ടിലൊരു മരണം നടന്നപ്പോഴാണ് കേട്ടോ. ചേട്ടൻ്റെ അപ്പൂപ്പൻ മരിച്ചപ്പോഴാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമാണ് ഇത് ഒരാഴ്ച യൂസ് ചെയ്യാതിരിക്കുന്നത്. പിന്നീട് ഈ 2.5 വർഷത്തിൽ ഇന്നേ വരെ
അങ്ങനെ യൂസ് ചെയ്യാതിരുന്നിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തും ഓയിൽ മാറ്റി കൊടുക്കുകയും തന്നെ ചെയ്യും. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. മറ്റേത് നമ്മൾ നോർമൽ മെഷീനായാലും അംബ്രല്ല മെഷീനിലായാലും തലേന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ പിറ്റേന്ന് ഇരിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓയിൽ ഒഴിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും തുണിയിലൊക്കെ ഓയിലാവാനുള്ളൊരു ചാൻസ് കൂടുതലായിരുന്നു അതിൽ. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇന്നേ വരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. മേ ബി അത്രയ്ക്ക് നന്നായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കംപ്ലൈൻറ്റുകൾ വന്നിട്ടേ ഇല്ല. പിന്നെ ആകെ എനിക്ക് എന്താ പറയുക, ഈ 2 വർഷം കൊണ്ട് നമ്മുടെ ബോബിൻ കേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോബിന് ചുറ്റാനായിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ ഒരു ബുഷ് തേഞ്ഞു പോയി. അപ്പോൾ എത്ര യൂസ് ചെയ്ത് റബ്ബറിൻ്റെ സാധനമാണ്, അപ്പോൾ അത് തേഞ്ഞ് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അത്രയും യൂസ് ചെയ്തിട്ടാണ് അതൊന്ന് ഞാൻ റീപ്ലേസ് ചെയ്തു. അല്ലാതെ ഇന്നേ വരെ ഒരു കംപ്ലൈൻറ്റുകളും വന്നിട്ടേ ഇല്ല. അപ്പോൾ ഡാം ഷുവർ നിങ്ങൾ ഇത് തന്നെ വാങ്ങുക. ഈ മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ, പവർ മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ ജാക്കിൻ്റെ മെഷീൻ തന്നെ വാങ്ങുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ ഷോപ്പുകളിൽ പോയി. ഈ കൊല്ലത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും വിളിച്ചും ചോദിച്ചു അവിടെയൊക്കെ പോയി നോക്കുകയും ചെയ്തു. അപ്പോൾ കുറേ ബ്രാൻഡിൻ്റെ മെഷീൻ ഉള്ളതുകൊണ്ട് അവിടെ ചില ബ്രാൻഡുകളൊന്നും ആരും വാങ്ങാറില്ല. അപ്പോൾ കടകളിലെ ആൾക്കാർ പറഞ്ഞത് ജാക്കിൻ്റെ മെഷീൻ വാങ്ങിയ സർവീസിന് ലേറ്റ് ആകുമെന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും ഒരു 2-3 കടക്കാരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. പക്ഷേ ഞാനിത് ജനതയെന്നാണോ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിതിൻ്റെ ബുഷ് പോയപ്പോൾ അവരെ തന്നെയാണ് വാങ്ങുന്ന സമയത്ത് അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തു. 2 ദിവസം എടുത്തു കേട്ടോ. അവർ റൂട്ടിന് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഹെഡ് ഊരി അവിടെ കൊണ്ടുപോകണം. അത് നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അവർ 2 ദിവസത്തിനുള്ളിലാണ് കേട്ടോ വന്നത്. അന്ന് അവർ ബുഷ് മാറ്റിയിട്ടിട്ട് പോയി. അല്ലാതെ അവിടെ നിന്ന് വാങ്ങിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പുറത്ത് ഞാൻ ജാക്കിൻ്റെ തന്നെ ആരെയും കോൺടാക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ കടയിൽ തന്നെയാണ് കൊടുത്തത്. അല്ലാതെ ഇതിന് ഒരു കംപ്ലൈൻറ്റുകളും ഇല്ല. ബെസ്റ്റാണ് കേട്ടോ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ബെസ്റ്റാണ്. ഞാൻ ഈ 2.5 വർഷം ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല, നല്ല. പിന്നെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീണ്ടും നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ സ്റ്റിച്ചിങ് ഷോപ്പുകളിലും കൂടുതലും ജാക്കിൻ്റെ മെഷീൻ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. വേറെ ഒന്നും അവിടെ ഞാൻ കുറേ ഷോപ്പുകളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, എല്ലാം ജാക്കിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബെസ്റ്റാണ്. അപ്പോൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ വാങ്ങുക. പിന്നെ നിങ്ങൾ വാങ്ങുന്ന ഷോപ്പിൽ തിരക്കി നോക്കുക കേട്ടോ, അവിടെ തന്നെ സർവീസ് ഉണ്ടോ ഇല്ലയോ എന്ന്. മറ്റേ ജാക്കിൻ്റെ സർവീസിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഈ മെഷീൻ ബെസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഫീൽഡിൽ വന്നേ പിന്നെ ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഇത് വാങ്ങാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മെഷീനോട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ പുതിയൊരു സാധനം വാങ്ങി അതിനെന്നും പണിയാണെങ്കിൽ നമ്മൾ ആ മെഷീനെ ഒരിക്കലും സ്നേഹിക്കത്തില്ല. പക്ഷേ എൻ്റെ മെഷീൻ എന്ന് പറഞ്ഞാൽ ഞാനും മെഷീനും തമ്മിൽ നല്ല ബോണ്ടാണ് കേട്ടോ. കാരണം ഞാൻ ഒരു ഡേയിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ എൻ്റെ മെഷീനിലായിരിക്കും, അല്ലെങ്കിൽ ആരിക്കോട്ടിലായിരിക്കും. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് 2 ദിവസം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല കേട്ടോ ലൈഫിൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലും ആയാൽ മതി, നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്താൽ ഒരു പ്രത്യേക മനസ്സുഖമാണ് കേട്ടോ. മേ ബി ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഹാപ്പിനെസ്സും ഒക്കെയാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ മെഷീൻ പണി മുടക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് തന്നെ നമുക്ക് വെറുപ്പുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ മെഷീൻ, എൻ്റെ ഉഷയുടെ മെഷീനും അങ്ങനെ തന്നെ ആയിരുന്നു. ഉഷയുടെ നോർമൽ മെഷീനും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. പക്ഷേ ഞാനത് മാറ്റാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ മോട്ടർ വെച്ചായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ്ലി നമുക്ക് ആ മെഷീൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോർമൽ യൂസിന് വേണ്ടിയിട്ടാണ് ആ മെഷീനൊക്കെ. നമ്മളൊരു 2 മണിക്കൂർ അതിൽ ഇരുന്ന് തയ്ച്ചു കഴിഞ്ഞാൽ അത് ഹീറ്റാവും. അങ്ങനെ നല്ല ഹീറ്റാവും. എൻ്റെ മോട്ടർ വെച്ചിരുന്ന ഭാഗം നല്ല ഹീറ്റായിട്ട് ചെറിയ എന്താ, ആ മോട്ടർ ഉരയുമ്പോൾ ഉള്ളൊരു ചെറിയ എന്താ
ഒരു തീപ്പൊരി പോലെ വരും. അങ്ങനെ ആ തീപ്പൊരി കണ്ടിട്ടാണ് ഇനി ഇതിൽ വർക്കാവില്ല, കാരണം നമുക്ക് ഓർഡേഴ്സ് വരും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ക്രിസ്മസ് ടൈം ആയപ്പോഴത്തേക്കും നല്ല ഓർഡർ നിന്ന സമയമാണ്. അപ്പോൾ ഇത് ഹീറ്റായിട്ട് വർക്ക് നടക്കാതിരിക്കുകയാണ്. കാരണം ഹാൻഡ് വർക്ക് കഴിഞ്ഞ ഐറ്റം വരുന്ന സ്റ്റിച്ച് ചെയ്യണമല്ലോ. സ്റ്റിച്ചിങ് ഇത് ഹീറ്റ് ആകുമ്പോൾ നിർത്തി വെക്കും, വീണ്ടും ഇതിൻ്റെ ഹീറ്റ് കുറഞ്ഞു കഴിയുമ്പോഴാണ് വീണ്ടും ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസംബർ മാസം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയാണ് ജാനുവരിയിൽ ഞാൻ എങ്ങനെയും മിഷൻ വാങ്ങണം, വാങ്ങണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് തന്നെ. അതെന്തോ അത് ഈ മിഷനിൽ തന്നെ വന്ന് അവസാനിച്ചു കേട്ടോ. ഒരു പ്ലാനും ഇല്ലായിരുന്നു ഈ മിഷൻ തന്നെ വാങ്ങണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ മിഷൻ ചൂസ് ചെയ്തത്. കുറേ ബ്രാൻഡിലെ മിഷനുണ്ട് കേട്ടോ, നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഡാം ഷുവർ ഇത് തന്നെ വാങ്ങുക കേട്ടോ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ വാങ്ങി 2.5 വർഷം ഞാൻ ഫേസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഡാം ഷുവർ ആണെന്ന് തന്നെ പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആകെ ഒരാഴ്ചയാണ് ഇത് യൂസ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. വീണ്ടും ഓയിൽ മാറ്റി യൂസ് ചെയ്തതാണ് കേട്ടോ. യൂസ് ചെയ്യാതിരുന്നാൽ എനിക്കറിയില്ല. കണ്ടിന്യൂസ് യൂസിന് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയ സംഭവം ഒരു രാത്രി ഒരു 11 മണി വരെയൊക്കെ ചില സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നൊരു മെഷീനാണ്. അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഒരാഴ്ച കൂടിയിരിക്കുമ്പോൾ ഓയിൽ മാറ്റുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായിട്ട് വെൽവെറ്റിൻ്റെയും കൂടെ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേനും മെഷീന് ചെറിയ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ തോന്നി. ഓക്കെ, അതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വെൽവെറ്റിൻ്റെ പൊടി കയറിയതാണ്. നമ്മൾ വെൽവെറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം, പൊടി കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ആക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു 2-3 ദിവസത്തോടൊക്കെ പോകേനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ ആ മെഷീൻ്റെ പാർട്സിലൊക്കെ ആ കളർ കയറി പിടിക്കും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓയിൽ ലോ ആവുന്നിടം വരെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീൻ. ഇതിലാണ് ഞാൻ ഈ കാണുന്നത് മൊത്തം വെട്ടിക്കൂട്ടി തയ്ച്ച് കൂട്ടുന്നത്. പവർ മെഷീൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഇത് തന്നെ ചൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിത് ഷെയർ ചെയ്തേക്കുന്നത്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ആരും ഇതിനടി വന്നിട്ട് അങ്ങനല്ല ഇങ്ങനല്ല എന്നൊന്നും പറയണ്ട. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടുത്തൊരു വണ്ടർഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.